വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുൽ ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا. صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, യുവസുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംഗമം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ ഒരു സൽക്കർമ്മമായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പഠന ക്ലാസ് വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഇന്ന് ആരംഭത്തിൻ്റേതായ ഒരു ശുഷ്കത ഇന്നത്തെ ക്ലാസ്സിനുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എന്തായിരുന്നാലും തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെതായ ഒരു രീതിയിൽ, ക്രമത്തിൽ ഇനിയുള്ള ആഴ്ചകളിലും ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ആളുകളുടെ സാന്നിധ്യം കൊണ്ടും സജീവമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഒരു പുനരാരംഭം എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ സൂറ അൻ-നിസായിലെ 2 സൂക്തങ്ങളാണ് ആമുഖത്തിൽ ഓതി വെച്ചത്. നാം ഇനി പഠിക്കാനുള്ള അധ്യായം സൂറത്തു നിസാ ആണ്, 4-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിലേക്കുള്ള പ്രവേശിക അല്ലെങ്കിൽ അതിലെ ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിശദീകരണം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കൃത്യമായി സദസ്സിനെ കേൾപ്പിച്ചത് ഓർമ്മയുണ്ടാകും. ആദ്യ സൂക്തത്തിൻ്റെ ഒരു മർമ്മവശവും കൂടി അന്ന് വിശദീകരിച്ചിരുന്നു. എന്തായിരുന്നാലും ഇന്ന് ആമുഖത്തിൽ 1-ാമത്തെയും 2-ാമത്തെയും ആയാത്തുകളാണ് ഓതിവെച്ചത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നാഥൻ്റെ വിധിവിലക്കുകൾ പാലിക്കുക. നിങ്ങൾ അവന് ഭക്തിയുള്ളവരായി തീരുക. വഖലഖ മിൻഹാ സൗജഹ, ആ ഒരു ആത്മാവിൽ നിന്നാണ് അദ്ദേഹത്തിനുള്ള ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അങ്ങനെ അവരിൽ 2 പേരിൽ നിന്നുമായി ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും അവൻ ഭൂമുഖത്ത് പരത്തി വ്യാപിപ്പിച്ചു. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലദീ തസാഅലൂന ബിഹി, ആ അള്ളാഹുവിനെ മുൻനിർത്തിയാണല്ലോ നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയാണോ നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ, അവകാശങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, ആ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക, സൂക്ഷിക്കുക. വൽ അർഹാം, കുടുംബബന്ധത്തെയും നിങ്ങൾ യഥാവിധി പാലിക്കുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. വആതുൽ യതാമാ അംവാലഹും, അനാഥർക്ക് അവരുടെ സ്വത്തുക്കൾ നിങ്ങൾ നൽകുക. വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, ഒരിക്കലും നല്ല മുതലിനെ കെട്ട മുതലാക്കി നിങ്ങൾ മാറ്റാതിരിക്കുക.
വലാ തൗകുലു അംവാലഹും ഇലാ അംവാലിക്കും, അവരുടെ ധനം നിങ്ങളുടെ ധനത്തിലേക്ക് ചേർത്ത് നിങ്ങൾ ഭക്ഷിക്കാതിരിക്കുക. ഇന്നഹു കാന ഹൂബൻ കബീറ, അത് മഹാപാപമാകുന്നു. ഇതാണ് ആയാത്തുകളുടെ നേർക്കുനേരെയുള്ള അർത്ഥം. മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്യുന്ന ഈ ആദ്യ സൂക്തത്തിന്റെ ഇസ്ലാം മുമ്പിൽ വെക്കുന്ന മാനവികതയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതിന്റെ തുടർച്ചയിൽ കുടുംബബന്ധത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. കുടുംബബന്ധത്തെക്കുറിച്ച് പറയുന്നതിൽ അനാഥ സംരക്ഷണമാണ് പ്രഥമ പ്രതിപാദനം. ഇങ്ങനെ ഒരു ക്രമം ഈ 2 ആയാത്തുകളിലുമുണ്ട്. ആദ്യ ഭാഗത്ത് എല്ലാ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യരെല്ലാവരും ഒന്നിൽ നിന്നാണ് എന്ന മഹിതമായ മാനുഷികതയുടെ ഭാവത്തെ, മൂല്യത്തെ പഠിപ്പിക്കുന്നു. നാം പൊതുവെ ഇസ്ലാം മുമ്പിൽ വെക്കുന്ന മനുഷ്യത്വത്തിന്റെ തത്വമായി മനസ്സിലാക്കിയതും സാധാരണ വർത്തമാനത്തിൽ വരെ നാം സമൂഹത്തിൽ ഉദ്ഘോഷിക്കുന്നതും ഇതര മതസ്ഥരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ അതേ തത്വം തന്നെ. അപ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന നിലക്ക് മനുഷ്യൻ ഒരൊറ്റ കുടുംബം എന്ന ഒരു ആശയത്തെ ആദ്യം മുമ്പിൽ വെക്കുന്നു. അതൊരു വിശാലമായ വൃത്തമാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ, സൂറ അൽ ഹുജറാത്തിലാണ് ഈ സൂക്തം. ഒരു മാതാവും പിതാവും അതിൽ നിന്ന് തുടങ്ങുന്ന ഒരു കുടുംബം എന്ന മനുഷ്യനെ മൊത്തം ഒരു കുടുംബമായി വിശദീകരിക്കുന്നു ഇസ്ലാം. ആ കുടുംബത്തിനകത്ത് മാതാവും പിതാവും വേറെ വേറെയല്ല എന്ന ആശയത്തെ ഊന്നി പറയുകയാണ് ഈ ആയത്തിൽ. ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ വിധിവിലക്കുകൾ നിങ്ങൾ പാലിക്കുവിൻ എന്നാണ് കൽപ്പിക്കുന്നത്. അപ്പൊ ഒരു ആത്മാവിൽ നിന്ന് എന്ന് പറഞ്ഞു. ആ ആത്മാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അതിൽ നിന്ന് വഖലഖ മിൻഹാ സൗജഹ, അദ്ദേഹത്തുള്ള ഇണയെയും സൃഷ്ടിച്ചു കൊടുത്തു, ഹവ്വാ ബീവിയെ. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. അഥവാ ആദ്യം ഒരു ഒന്ന്, അതിൽ നിന്ന് അടുത്ത ഒന്ന്. ഈ 2 ഒന്നുകൾ യഥാർത്ഥത്തിൽ വേറെ വേറെയല്ല, ഒന്നിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒറ്റ ആത്മാവിൽ നിന്നാണ്. ആ ഒരു ആത്മാവിൽ നിന്ന് അമീബ കണക്കെ ഇങ്ങനെ സെൽ ഡിവിഷൻ മുഖേന പൊട്ടിപ്പിളർന്ന് പെരുകുന്നതിന് പകരം ആ ആത്മാവിൽ നിന്ന് ഒരു സ്ത്രീയെ, ഒരു ഇണയെ സംവിധാനിച്ചു കൊടുത്തു. അതാണ് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ രീതിശാസ്ത്രം. ആണും പെണ്ണും ഒന്നിച്ചുള്ള ജീവിതം, ദാമ്പത്യം, കുടുംബജീവിതം, അതിലൂടെ അവരുടെ ശാരീരികവും മാനസികവും കൂട്ടുജീവിതത്തിന്റെ, ഒത്തുജീവത്തിന്റെ, ഇഖ്തിലാത്ത് എന്നാണ് പറയാ, ഒത്തുജീവത്തിന്റെ ആ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതോടൊപ്പം പുതിയ തലമുറയുടെ ഉൽപാദനം, പ്രത്യുൽപാദനപരമായ ആവശ്യം, അത് അള്ളാഹ് ഇങ്ങനെയാണ് വെച്ചത്. അപ്പൊ അതിന് ആദ്യത്തെ മനുഷ്യൻ, അതിൽ നിന്ന് അദ്ദേഹത്തിനുള്ള ഇണ, അത് വേറെ വേറെ തന്നെ സംവിധാനിച്ചു. വേറെ വേറെ സംവിധാനിച്ചപ്പോഴും അത് തികച്ചും വേറെയായില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്ന രീതിയിൽ ഒരു പരസ്പര ബന്ധുത്വം. പുരുഷന്റെ പൂർണ്ണതയായിട്ടാണ് സ്ത്രീ, സ്ത്രീയുടെ അടിത്തറയായിട്ടാണ് പുരുഷൻ എന്ന പരസ്പരമുള്ള ഒരു ബന്ധം അവിടെ സ്ഥാപിച്ചു നിർത്തി. എന്നാൽ രണ്ടും വേറെ വേറെ ആൺ പെൺ പ്രകൃതത്തോടുകൂടി നിലകൊള്ളുമ്പോഴേ ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാകൂ എന്നതുകൊണ്ട് അങ്ങനെ സംവിധാനിച്ചു. അങ്ങനെ സംവിധാനിച്ച നാഥനാണ് അവൻ. അവന്റെ വിധിവിലക്കുകൾ നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ അറിയിക്കുന്നു, അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്നു, മനുഷ്യകുലത്തിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്നു. ആ അള്ളാഹുവിൽ നിന്ന് ഉത്ഭൂതരായ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കി തരുന്നു. ആ നിലക്ക് നിങ്ങളെല്ലാവരും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരു കുടുംബമാണ് എന്ന വിശാലമായ മാനവിക ഐക്യത്തെ മുമ്പിൽ വെക്കുകയും ചെയ്തു. ആ കുടുംബത്തെ കുറിച്ച് പറഞ്ഞ ശേഷം അങ്ങനെയുള്ള ആൺ പെൺ, അതിൽ നിന്ന് സ്ത്രീ പുരുഷന്മാരെ ധാരാളമായി പരത്തി അങ്ങനെ മനുഷ്യൻ ഭൂമിയിൽ വിവിധ ഭൂഖണ്ഡത്തിൽ അധിവസിക്കാൻ തുടങ്ങി. യഥാർത്ഥം നിങ്ങൾ എല്ലാവരും ഒന്നാണ് എന്ന, മനുഷ്യർ ഒന്ന് എന്ന ആ വിശാലമായ കുടുംബത്തെ പഠിപ്പിച്ച ശേഷം വത്തഖുല്ല, വീണ്ടും ആവർത്തിക്കുന്നു ഈ പ്രയോഗം. വത്തഖുല്ല, നിങ്ങൾ പടച്ചവന് തഖ്വയുള്ളവരായി അവന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നവരായി നിലകൊള്ളുക. ഏതാണ് ഈ അള്ളാഹു? അവിടെ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നത് അല്ലദീ തസാഅലൂന ബിഹി, അവനെ മുൻനിർത്തിയാണ് നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനെ മുൻനിർത്തിയാണ് നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ചോദിക്കുന്നത്. അവനെ മുൻനിർത്തിയാണ് നിങ്ങൾ കരാറുകൾ പ്രഖ്യാപിക്കുന്നത്. അവരെ മുൻനിർത്തിയാണ് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്
നിങ്ങൾ നിങ്ങളുടെ വർത്തമാനത്തിലും ബന്ധത്തിലും നിങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന കാര്യങ്ങളിലുമൊക്കെ അള്ളാഹുവിനെ, പ്രപഞ്ചനാഥനെ, ദൈവം തമ്പുരാനെ സാക്ഷിയാക്കിയാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. അതേ അള്ളാഹു, അതേ പ്രപഞ്ചനാഥൻ, അവനെ നിങ്ങൾ സൂക്ഷിക്കുക, അവന്റെ വിധിവിലക്കുകൾ പാലിക്കുക എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാനുള്ള നിർദ്ദേശം എത്ര ജാഗ്രതയോടെ നൽകിയോ അതേ ജാഗ്രതയിൽ വല്ലർഹാം, കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കുക. അവിടെയാണ് അതിന്റെ ഊന്നൽ, തൗക്കീദ്, അതിന്റെ സ്ട്രെസ് എന്ന് മഹാന്മാരായ ഗവേഷണ പടുക്കൾ നിരീക്ഷിക്കുന്നുണ്ട്. അഥവാ പടച്ചവനെ ഭയപ്പെടണം എന്ന് പറയുന്ന അതേ ക്രമത്തിൽ അതിനോട് ചേർത്ത് കുടുംബ ബന്ധത്തെ പാലിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ക്രമമാണ്, അതിന്റെ ഊന്നലാണ്, അതിന് കൊടുക്കുന്ന മുഖ്യ ഊന്നൽ എത്രമേൽ വലുതാണ് എന്ന് കാണിക്കുകയാണ്. വേറെ ഒരു ആയത്ത് സമാനമായിട്ട് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന സൂക്തമാണ്. അവിടെയും ആദ്യ ഭാഗത്ത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അവന്റെ വിധിവിലക്കുകൾ പാലിക്കാനുള്ള നിർദ്ദേശം പറഞ്ഞു. തൊട്ടുടനെ മാതാപിതാക്കളുമായുള്ള ബന്ധം അഥവാ കുടുംബ ബന്ധം, അതിന്റെ ഏറ്റവും ആദ്യ ശ്രേണിയാണ്, അല്ലെങ്കിൽ ആ ശ്രേണി ബന്ധത്തിലെ ആദ്യത്തേതാണ് മാതാപിതാക്കൾ. അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചേർത്ത് പറയാനുള്ള കാരണം ഈ കുടുംബ ബന്ധം പാലിക്കുന്നതിൽ, നിലനിർത്തുന്നതിൽ കൊടുക്കേണ്ടുന്ന ഊന്നൽ പഠിപ്പിക്കാനാണ് എന്നാണ്. ഇവിടെയും അങ്ങനെ ഒരു ഊന്നലുണ്ട്. നേരത്തെ ഓതി വെച്ച സൂക്തത്തിലും അതുണ്ട്. വഖല്ലാ റബ്ബുക, നിന്റെ നാഥൻ കൽപ്പിച്ചിരിക്കുന്നു, നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവന് മാത്രം വഴിപ്പെട്ടേ ജീവിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ അനുസരിക്കാവൂ, അവനെ മാത്രമേ വഴങ്ങാവൂ എന്നവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇത് വലിയ ഒരു വസ്തുതയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തൗഹീദ് പ്രമേയമാണത്. ആ തൗഹീദ് പഠിപ്പിച്ച ആ പ്രമേയം പറഞ്ഞ അതേ ആയത്തിൽ തൊട്ടുടനെ അതിലേക്ക് ചേർത്തുകൊണ്ട് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ നാഥൻ ഇതുകൂടി വിധിച്ചിരിക്കുന്നു. അവനെ വഴങ്ങുക, ആരാധിക്കുക, അനുസരിക്കുക, വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അതേ നാഥൻ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇഹ്സാനിയത്ത് എന്ന പെർഫെക്ഷൻ എന്നാണ്. ഏറ്റവും നല്ല നിലയിൽ, ഒരു ന്യൂനതയും ഇല്ലാത്ത വിധം വർത്തിക്കണം എന്നും കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹുമായുള്ള ബന്ധം എത്ര പെർഫെക്ഷനോടുകൂടി, എത്ര അന്യൂനമായി, എത്ര സുദൃഢമായി, എല്ലാ അവകാശങ്ങളും സൃഷ്ടാവിന് വകവെച്ചു കൊടുത്തുകൊണ്ട് എങ്ങനെയാണോ ആ ബന്ധം പാലിക്കണം എന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ അതിനോട് ചേർത്ത് മാതാപിതാക്കളുമായുള്ള ബന്ധവും അങ്ങനെ തന്നെ പാലിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ അത് ഊന്നലാണ്. ഒന്നാമത്തേതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന വിശ്വാസി രണ്ടാമത്തേതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാതിരിക്കില്ല. ഒന്നാമത്തേതിന്റെ പ്രാധാന്യം ഗൗരവത്തോടെ ഓർക്കുന്ന വിശ്വാസി രണ്ടാമത്തേതിന്റെ പ്രാധാന്യം മറന്നുകളയില്ല എന്നാണ് ഈ ബന്ധപ്പെടുത്തലിന്റെ ഉദാത്ത വശം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമതായി നമ്മുടെ ബന്ധം അള്ളാഹുവിനോട്. അത് കഴിഞ്ഞാൽ പിന്നെ നാമും മനുഷ്യരുമായിട്ടാണ് ബന്ധം. നാമും മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ആദ്യ ബന്ധം നാമും നമ്മുടെ മാതാപിതാക്കളും തമ്മിൽ. അപ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. അത് കുടുംബ ബന്ധത്തിലെ ആദ്യ ഭാഗമാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നാമും നമ്മുടെ ഭാര്യമാരും, നാമും നമ്മുടെ ഭർത്താക്കന്മാരും, നാമും നമ്മുടെ മക്കളും, നമ്മുടെ അടുത്ത കുടുംബങ്ങൾ, അകന്ന കുടുംബങ്ങൾ, അങ്ങനെ ആ ശൃംഖല തുടരുകയാണ് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ ഇവിടെ വത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബി, ഏതൊരു പടച്ച തമ്പുരാനെ മുൻനിർത്തിയാണോ, ഏതൊരു പ്രപഞ്ചനാഥനെ മുൻനിർത്തിയാണോ നിങ്ങൾ ഗൗരവമുള്ള വിഷയങ്ങൾ പറയുന്നത്, ഗൗരവമുള്ള വിഷയങ്ങൾ പരസ്പരം സംവദിക്കുന്നത്, ഗൗരവമുള്ള കാര്യങ്ങൾ പരസ്പരം ചോദിക്കുന്നത്, അതേ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നതോടൊപ്പം ആ സൂക്ഷ്മത പാലിക്കാൻ ആഹ്വാനിച്ചതിന്റെ കൂടെ തന്നെ വൽ അർഹാം, കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണം എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ കുടുംബം എന്നതിന് ഇസ്ലാം കൊടുക്കുന്ന ഊന്നലാണ് ഈ അധ്യായത്തിന്റെ പ്രഥമ സൂക്തത്തിലെ ഊന്നൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യരെല്ലാവരും ഒരു കുടുംബമാണ്, അതും ഒരു വിശാലമായ കുടുംബമാണ്. ആ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വിശാലമായ സങ്കല്പം നമുക്കുണ്ടാവണം. നമ്മുടെ മനസ്സതിന്റെ വിശാലമായ വൃത്തത്തിലേക്ക് വ്യാപരിക്കണം ഈ സൂക്തം വായിക്കുമ്പോൾ. അതുകൊണ്ടാണ് ആദ്യ ഭാഗത്ത് നിങ്ങളൊക്കെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്, വേറെ വേറെയല്ല, ഒന്നിൽ നിന്നാണ്. ആദ്യം ഒരാളെ സൃഷ്ടിച്ചു, ഒരാത്മാവിനെ, അതിൽ നിന്ന് ഇണയെ സൃഷ്ടിച്ചു, അതിൽ നിന്ന് അങ്ങ് സ്ത്രീ പുരുഷന്മാരെ ഒഴുക്കി പരത്തി എന്ന് പറയുമ്പോൾ
മനുഷ്യർ എന്നത് വിശാലമായ ഒരു കുടുംബമാണെന്ന വിശാലത, ആ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അപ്പം നമ്മളെല്ലാവരും ഈ വിശാലമായ കുടുംബത്തിലെ അംഗങ്ങളാണ്. അതൊരു വല്ലാത്ത കാഴ്ചപ്പാടാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വല്ലാതെ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് അകത്ത് പിന്നെ വരുന്ന അടുത്ത ഒരു ഘടകമാണ്, ഫാക്ടറാണ് നമ്മളാകുന്ന ഒരു കുടുംബം. നമ്മളുമായി കേന്ദ്രീകരിക്കുന്ന, നമ്മളുമായി ബന്ധപ്പെടുന്ന, നമ്മിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു വെക്കുന്ന ഒരു കുടുംബം. നാമും നമ്മുടെ മാതാപിതാക്കളും, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, പേരമക്കൾ, നമ്മുടെ പിതാവിൻ്റെ സഹോദരി സഹോദരന്മാർ, മാതാവിൻ്റെ സഹോദരി സഹോദരന്മാർ, അങ്ങനെ തുടങ്ങി ആ വൃത്തങ്ങ് വിശാലമായി വരുമ്പോൾ അതിനെ ചുരുക്കി നമ്മുടെ അടുത്ത കുടുംബം, അകന്ന കുടുംബം എന്ന് പറയാം. നമ്മളാകുന്ന കുടുംബം ഒരു യൂണിറ്റ്, അത് നമുക്ക് പരിചയമുള്ള ഒരു യൂണിറ്റ്. അതിനോട് തൊട്ട് കിടക്കുന്ന അടുത്ത കുടുംബങ്ങൾ, അതിനപ്പുറത്തേക്ക് അകന്ന കുടുംബങ്ങൾ, അങ്ങനെ വരുന്ന ഒരു നമ്മുടെ കുടുംബം, നാം അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു ചേർക്കുന്ന ഒരു കുടുംബം, നമ്മൾ കേന്ദ്രമായി നിൽക്കുന്ന, നമ്മൾ സെന്ററായി നിൽക്കുന്ന, മർക്കസായി നിൽക്കുന്ന, നമ്മിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. അതിവിശാലമായ മാനവിക കുടുംബത്തിനകത്തെ രണ്ടാമത് ഘടകമാണ്. ആ ഘടകത്തിലെയും ഒരു അംഗമാണ്, ആ യൂണിറ്റിലെയും ഒരു അംഗമാണ് നമ്മൾ. അപ്പോൾ മൊത്തം മനുഷ്യർ ഒരു കുടുംബമായിട്ട് കാണണം. അതിൻ്റെതായ മാനുഷികത, അതിൻ്റെതായ ദയാവായ്പ്, ദീനാനുകമ്പ, സഹിഷ്ണുത, വിട്ടുവീഴ്ച, സാഹോദര്യം, ധാർമ്മികത എല്ലാം പാലിക്കണം. അത് ഇസ്ലാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അത് നമുക്ക് പരിചയമുള്ള കുടുംബമാണ്. ആ കുടുംബ ബന്ധത്തെ നന്നായി പാലിക്കണം. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് വത്തഖുല്ലദീ തസാഅലൂന ബിഹി വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം എന്ന് ഒന്നിച്ച് പറഞ്ഞത് എന്നാണ്. വത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാകും, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കുക. അത് നമുക്ക് വേഗം മനസ്സിലാകും. അതിന്റെ ഗൗരവം കേൾക്കുന്ന മാത്രയിൽ ഈമാനുള്ളവർക്ക് പെട്ടെന്ന് ക്ലിക്കാവും, അത് ശരിക്കും സ്വാധീനിക്കും. ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിടത്ത് ഇവിടെ അഭിസംബോധിതരായ മൊത്തം ആളുകൾ, അവരാരോ ആവട്ടെ, അത് മുശ്രിക്കീങ്ങളാവാം, മുശ്രിക്കീങ്ങളിൽ തന്നെ വേദക്കാരാവാം, ബഹുദൈവ ആരാധകരാവാം, ആരായിരുന്നാലും ശരി, അവരും വർത്തമാനം പറയാൻ ദൈവമാണ് സത്യം, ദൈവത്തെ മുൻനിർത്തി ഞാൻ പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞ്, കർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് അവരും വർത്തമാനം പറയുമ്പോൾ ഒരു ദൈവത്തെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്കും പരിചയമുള്ള അതേ ദൈവം എന്ന നിലക്ക് ഇതെല്ലാം ഒരാൾ തന്നെയാണ്. അല്ലദീ തസാഅലൂന ബിഹി, നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുമ്പോഴും പറയുമ്പോഴും, നിങ്ങൾ പരസ്പരം കരാറുകൾ പറയുമ്പോഴും, നിങ്ങൾ പരസ്പരം ന്യായങ്ങൾ സമർപ്പിക്കുമ്പോഴുമൊക്കെ ഏതൊരു പ്രപഞ്ചനാഥനെ കുറിച്ചാണോ പറയുന്നത്, അതേ പ്രപഞ്ചനാഥൻ അള്ളാഹ് തന്നെയാണ്. അവൻ തന്നെയാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നിങ്ങൾ സൂക്ഷിക്കുക. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി. അത് പറഞ്ഞിട്ട് വൽ അർഹാം, കുടുംബ ബന്ധത്തെയും നിങ്ങൾ ശരിയായി പാലിക്കുക. കുടുംബ ബന്ധത്തെ സൂക്ഷിക്കാൻ ശരിയായി പാലിക്കുക. അതിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ അതേ സ്വരത്തിൽ അതിനോട് ചേർത്ത് കുടുംബ ബന്ധത്തെയും പരിപാലിക്കുക. അള്ളാഹു അവന്റെ കൽപ്പന പാലിച്ച് നിങ്ങൾ അവന് വഴിപ്പെടണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു, വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതേ ഭാഗത്ത് മാതാപിതാക്കളുടെ നന്മയിൽ വർത്തിക്കണം എന്ന കാര്യവും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം അതിന്റെ ഗൗരവത്തെ അടിവരയിട്ട് നമ്മെ മനസ്സിലാക്കുകയാണ്. കുടുംബം എന്നതിന് അത്രമേൽ വലിയ പരിഗണന ഇസ്ലാം നൽകുന്നുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ആദ്യത്തെ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അള്ളാഹു നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്താണ് ഈ നിരീക്ഷണത്തിന്റെ മർമ്മം? അള്ളാഹു റഖീബാണ്, അഥവാ നമ്മെ നിരീക്ഷിക്കുകയാണ്. എന്തെല്ലാം കാര്യത്തിലാണ് നിരീക്ഷണം? അതിനുമുമ്പ് പറഞ്ഞ വിഷയത്തിലേക്കാണ് ബന്ധം. അതിനുമുമ്പ് പറഞ്ഞ വിഷയത്തിൽ ഒന്ന്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ വർത്തിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നു. പടച്ചവൻ കൽപ്പിച്ച കാര്യങ്ങൾ പാലിച്ചും അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയുമാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നവൻ നിരന്തരമായി നിരീക്ഷിക്കുന്നു എന്നാണ്. നമുക്ക് റഖീബ്, അതീദ് എന്ന പേര് പ്രയോഗത്തിലുള്ളതാണ്, പരിചയമുള്ളതാണ്. രണ്ട് മലക്കുകളെയാണ് ആ പേര് കൊണ്ട് കുറിക്കുന്നത്. റഖീബ്, അതീദ്, ഇടതും വലതും, വലതും ഇടതും രണ്ട് മലക്കുകൾ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരാള് സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നു ദൈനംദിനം, നിമിഷാനിമിഷങ്ങളിൽ. നമ്മൾ ഉറങ്ങുമ്പോഴും അവർ ഉറങ്ങുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രയും ജാഗ്രത ആയിട്ടാണ്. മറുഭാഗത്ത് നമ്മുടെ തിന്മകൾ മറുഭാഗത്ത് രേഖപ്പെടുത്തപ്പെടുന്നു. നന്മയും തിന്മയും പരിപാലിച്ചുകൊണ്ട്, പാലിച്ചുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് തഖ്വാ ജീവിതം.
അതുകൊണ്ടാണ് തഖ്വയുടെ നിർവചനം ഇങ്ങനെയായി പോയത് അറബി ഭാഷയിൽ. അതിന്റെ ഡെഫിനിഷൻ പലവരെ നമ്മൾ കേട്ടതാ. ഇംതിസാലു അവാമിരില്ല, അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ യഥാവിധി പാലിക്കുക, ചെയ്യുക. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ലതാണല്ലോ അള്ളാഹ് ചെയ്യാൻ കൽപ്പിച്ചത്. അവൻ ചെയ്യാൻ കൽപ്പിച്ചതെല്ലാം നല്ലതാണ്, നല്ലത് മാത്രമേ അവൻ കൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ആ നന്മ ചെയ്യുമ്പോൾ അത് രേഖപ്പെടുത്തുന്ന ഒരു മലക്ക് അള്ളാഹ് നിരീക്ഷിക്കുകയാണ്. അള്ളാഹ് നിരീക്ഷിക്കുന്നതിന്റെ സൂക്ഷ്മത നമുക്ക് മനസ്സിലാക്കാൻ കൃത്യമായി നന്മകൾ രേഖപ്പെടുത്താൻ ഒരു മലക്ക്. ആ തഖ്വയുടെ നിർവചനത്തിൽ രണ്ടാം പകുതി വജ്തിനാബു നവാഹീഹി എന്നാണ്. അവൻ നിരോധിച്ച പാടില്ലെന്ന് പറഞ്ഞ വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക. വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ നന്മയാണ് ചെയ്യുന്നത്. ആ നന്മയും ഈ റഖീബ് രേഖപ്പെടുത്തും. എന്നാൽ വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത് തിന്മയാണ്, അത് അവിടെ രേഖപ്പെടുത്തി വെക്കും. കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നില്ല, ബോധപൂർവം അതിൽ അലംഭാവം വരുത്തുന്നു, അതും തിന്മയാണ്, അതും അവിടെ രേഖപ്പെടുത്തി വെക്കും. അപ്പോൾ നാം ചെയ്യുന്ന നല്ലതും ചീത്തയും രേഖപ്പെടുത്താൻ രണ്ട് മലക്കുകൾ ഓരോ വ്യക്തിയിലും കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ രണ്ട് എഴുത്തുകാരെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ശരിയായി നിരീക്ഷിക്കുന്നതിന്റെ പ്രായോഗിക രൂപമാണത്. അപ്പൊ അള്ളാഹ് പറയാണ്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന നിർദ്ദേശം യഥാവിധി പാലിക്കുന്നുണ്ടോ എന്നവൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഒരർത്ഥം. അതേ ഈ അവസാന ഭാഗത്ത് പറഞ്ഞ ഈ ശൈലിയുടെ തൊട്ടു മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ വിഷയം കുടുംബബന്ധത്തിന്റെ കാര്യമാണ്. വല്ലർഹാം. അപ്പൊ കുടുംബബന്ധം യഥാവിധി പരിപാലിക്കുന്നുണ്ടോ എന്നും അള്ളാഹു നിരീക്ഷിക്കുന്നു. അപ്പൊ രണ്ടും അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന നാഥൻ കുടുംബബന്ധങ്ങൾ യഥാവിധി പരിപാലിക്കാൻ പറഞ്ഞ നിർദ്ദേശം അത് അവനുള്ള തഖ്വയുടെ ഭാഗമാണ്. അള്ളാഹുവിൽ തഖ്വയുള്ളവരാണെങ്കിൽ നാം ചെയ്യേണ്ട കൽപ്പനയാണ്, നിർബന്ധമായ കർമ്മമാണ്. അത് നാം യഥാവിധി പരിപാലിക്കുന്നുണ്ടോ എന്നും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. അവന്റെ നിരീക്ഷണത്തിന് മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ അത് വല്ലാത്ത അളവിൽ ദുരന്തമായിരിക്കുമെന്ന താക്കീതാണ് ഈ ആയത്തിന്റെ സമാപന വാക്യം എന്ന് ആ ഇൻസാർ, മുന്നറിയിപ്പ്, ആ വഴീദ്, താക്കീത് നമ്മെ ശരിയായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ കുടുംബബന്ധത്തെ പാലിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, കുടുംബബന്ധത്തെ പാലിക്കുക. അങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ വിഷയം പറഞ്ഞു നടത്തുക. സവിശേഷമായ ഒരു രീതി സ്വീകരിച്ചതിനെ കുറിച്ചും മഹാന്മാരായ ഭാഷാ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അൽ അർഹാം എന്നാണ് പറഞ്ഞത്. വൽ അർഹാം, റഹം, റഹം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന് പറയുന്ന പേരാണ്. മാതൃ പിതൃ വാത്സല്യത്തിന് റഹ്മത്ത്, കാരുണ്യം എന്ന പ്രയോഗമുണ്ട്. മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു വാത്സല്യമുണ്ട് മക്കളോട്. മക്കൾക്ക് തിരിച്ചും പ്രകൃതിപരമായി അങ്ങനെ ഒരു വാത്സല്യമുണ്ട്. അത് സ്നേഹത്തിനപ്പുറത്ത് കാരുണ്യം ചാലിക്കപ്പെട്ട ഒന്നാണ്. റഹ്മത്ത്, റഹം, കുടുംബബന്ധം, ഗർഭപാത്രം, ഇതൊക്കെ പരസ്പരം ബന്ധിതമായ പദങ്ങളാണ്. അപ്പൊ നേർക്ക് നേരെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നവർ തമ്മിൽ പാലിക്കേണ്ടുന്ന മര്യാദ, ആ ഉദരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ജന്മത്തിന് കാരണമായ പിതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, മാതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ രക്തബന്ധത്തിന്റെ പവിത്രത, ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഉദാത്തമായ ഒരു വശം, പശിമയുള്ള ഒരു വശം, കുടുംബത്തിന്റെ പശിമയുള്ള ഒരു വശം കുറിക്കാനാണ് അർഹാം, ഗർഭപാത്രം എന്ന് അർത്ഥം വരുന്ന അതേ പദം തന്നെ നൽകിയത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഭാഷാപരമായ മേന്മയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ കുടുംബം എന്നത് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായി നിൽക്കേണ്ടുന്ന ഒന്നല്ല. സ്വാർത്ഥത വരുമ്പോൾ നാമും നമ്മുടെ കെട്ടിയോളും, അതിനപ്പുറത്ത് കുട്ടികൾ എന്നത് പോലും അന്യമായി പോകുന്നുള്ളതാണ്. എണ്ണം പെരുകുന്നത് വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പൊ ആ വൃത്തികേട് ഭൗതികതയാണ്. അത് ലാഭനഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുന്ന ഒന്നാണ്. അത് ഇവിടുത്തെ സുഖവും സുഷുപ്തിയും മാത്രം ലക്ഷ്യമാക്കുന്ന ഒന്നാണ്. അതിനപ്പുറത്ത് അതിൽ ധാർമ്മികതയില്ല, അതിൽ പശിമയില്ല. അതുകൊണ്ടാണ് കുടുംബം വരണ്ട അവസ്ഥയിലായി പോകുന്നത്. ഔപചാരിക ബന്ധങ്ങൾക്കപ്പുറത്ത് ആത്മാർത്ഥ ബന്ധങ്ങളില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. അപ്പൊ അതിലേക്കൊക്കെ വ്യക്തമായ സൂചന അവിടെയുണ്ട്. അങ്ങനെ മൊത്തം മനുഷ്യർ ഒരു കുടുംബമാണെന്ന് പഠിപ്പിച്ചു. അതിനകത്ത് നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബം എന്ന യൂണിറ്റിനെ യഥാവിധി പാലിക്കണം എന്ന് പഠിപ്പിച്ച ശേഷം തുടർന്ന് അള്ളാഹു പറയുന്നത് അടുത്ത ആയത്തിൽ, വആത്തുൽ യതാമ അംവാലഹും, അനാഥർക്ക് അവരുടെ മുതൽ നിങ്ങൾ നൽകണം എന്നാണ്.
അപ്പൊ കുടുംബബന്ധം, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക, സൃഷ്ടികളായ നിങ്ങളെല്ലാം ഒരു കുടുംബമാണെന്ന വിശാലത ഉൾക്കൊള്ളുക, ആ വിശാലതക്കകത്ത് നിങ്ങളുമായി കേന്ദ്രീകരിച്ച കുടുംബമുണ്ട്, അതിനെ യഥാവിധി പാലിക്കുക എന്നൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ എന്താണ് അനാഥരുടെ കാര്യത്തിലേക്ക് വരാൻ കാരണം എന്നതൊരു ചർച്ചയാകാവുന്നതാണ്. അതിന് മുഫസ്സിരീങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് അനാഥ സംരക്ഷണം എന്നത് അത്രമേൽ പ്രധാനമാണ്, അതാവട്ടെ കുടുംബത്തിന്റെ മേൽ ബാധ്യതയുമാണ്. അനാഥരെ ആരാണ് സംരക്ഷിക്കേണ്ടത്? അതിന് ഇസ്ലാം നൽകുന്ന ഉത്തരം കുടുംബങ്ങൾ എന്നാണ്. അനാഥർ കുടുംബത്തിലാണ് പരിപാലിക്കപ്പെടേണ്ടത്. കുടുംബങ്ങൾ പരിപാലിക്കാൻ യോഗ്യരോ അർഹരോ അതിന് കെൽപ്പോ ശേഷിയോ ഇല്ലാത്തവരോ അതിനെക്കുറിച്ച ബോധമോ ഗൗരവമോ ഉൾക്കൊള്ളാത്തവരോ ആണെങ്കിൽ മാത്രമാണ് സമൂഹം അവരെ ഏറ്റെടുക്കേണ്ടത് എന്നാണ്. ഇങ്ങനെ ഒരു ക്രമമുണ്ട്. ആ ക്രമം ഇസ്ലാം പഠിപ്പിക്കുന്ന ക്രമമാണ്. അപ്പോൾ കുടുംബത്തെക്കുറിച്ച്, കുടുംബബന്ധം പാലിക്കാൻ വേണ്ടി പറയുമ്പോൾ ജാഹിലിയ കാലഘട്ടത്തിന്റെ സംസ്കാരമാണ് ഇസ്ലാം ഇവിടെ മുമ്പിൽ വെക്കുന്നത്. ജാഹിലിയ കാലഘട്ടത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നു, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനാകുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു. അനാഥരെ വേണ്ടതുപോലെ പരിപാലിക്കാറില്ല, അനാഥരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാറുമുണ്ട്. അങ്ങനെ ഒരു രീതി അവർ സ്വീകരിച്ചിരുന്നു എന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാഹിലിയ കാലത്തെ അനാഥർ പല വിധത്തിൽ പീഡിതരായിരുന്നു, അവർ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു, അവരെ നേരെ ചൊവ്വെ പരിചരിക്കാറില്ല, അവിടെ സ്വത്തുക്കൾ അന്യായമായി സ്വന്തമാക്കും, അവിടെ നല്ല സ്വത്തുക്കൾ സ്വന്തമാക്കി അവർക്ക് കെട്ട മുതലുകളോ അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ ഊഷരമായതോ ആയ അത്തരത്തിലുള്ള ഭൂമികൾ അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനാഥ പെൺകുട്ടികളെ ഇവർ അവരുടെ പിതൃസ്വത്തുക്കൾ അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇവർ തന്നെ കല്യാണം കഴിക്കും, എന്നിട്ട് കെട്ടിൽ നിർത്തി പീഡിപ്പിക്കും. ചിലപ്പോൾ ആ അനാഥ പെൺകുട്ടികളെയും അവരുടെ മാതാവിനെയും അവിടെ സമ്മതമില്ലാതെ ഒന്നിച്ച് വീഴ്ക്കും, എന്നിട്ട് അവിടെ മൊത്തം സ്വത്തുക്കൾ ഇയാൾ കൈവശം വെക്കുകയും അയാൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്യും. സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി ഈ അനാഥ കുട്ടികളെ അവർക്ക് യോജിക്കാത്ത ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കും. ഇവിടെ കയ്യിലുള്ള അനാഥരായ ആൺമക്കളെ കൊണ്ട് അർഹരല്ലാത്ത സ്ത്രീകളെ കെട്ടിച്ചു കൊടുത്തിട്ട് ഇവിടെ സ്വത്തുക്കൾ അവരെ പറഞ്ഞു പറ്റിച്ച് ഇവരെ കയ്യിലാക്കാൻ നോക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പീഡന വഴികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിനകത്ത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് അനാഥർ എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം ജാഹിലിയ കാലഘട്ടത്തിലെ കുടുംബഘടനക്കകത്ത് അനാഥർ അനുഭവിച്ച പീഡനത്തെ തുറന്നു കാണിച്ചുകൊണ്ട് അവരോട് കാണിക്കേണ്ടുന്ന ഇസ്ലാമികമായ മര്യാദയും അവർക്ക് കൊടുക്കേണ്ടുന്ന അർഹമായ പരിഗണനയും സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഈ സൂക്തത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് കുടുംബ ബന്ധത്തെ പാലിക്കാൻ പറഞ്ഞ ഉടനെ, അതിന്റെ ഗൗരവത്തിൽ അത് പഠിപ്പിച്ച ഉടനെ തൊട്ട് അടുത്ത ആയത്തിൽ അനാഥർക്ക് അവരുടെ സ്വത്തുക്കൾ നിങ്ങൾ നൽകണം എന്ന് പഠിപ്പിക്കാനുള്ള ന്യായം. അപ്പൊ ഇസ്ലാം നിഷ്കർഷ രീതി ഇതാണ്. ഏറ്റവും അവശരായ വിഭാഗമായി ഇസ്ലാം എണ്ണുന്ന അവശ വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് അനാഥർ. മറ്റു ആയാത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെയൊക്കെ അനാഥരെയും അഗതികളെയും എടുത്തു പറഞ്ഞിരിക്കുന്നു. അറായിത്തല്ലതി യുക്കദ്ദിബു ബിദ്ദീൻ, നമുക്ക് പരിചയമുള്ള അമ്മ ജുസിലെ ഒരു സൂക്തം. അറായിത്തല്ലതി യുക്കദ്ദിബു ബിദ്ദീൻ, മതത്തെ, ദീനിനെ, പരലോകത്തെ നിഷേധിക്കുന്നവരെ നീ കണ്ടില്ലേ? ആരാണ് അവർ? ഫദാലിക്കല്ലദീ യദുഉൽ യതീം, അനാഥയെ ആട്ടി അകറ്റുന്നവൻ. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ, അഗതിയുടെ അന്നം അവർ നേടിക്കൊടുക്കാത്തവൻ. അപ്പൊ അവിടെ അനാഥരും അഗതികളും ഈ പ്രയോഗമുണ്ട്. ഇതൊക്കെ മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറകളാണ്. അവിടെയൊക്കെ അവശർ, അനാഥർ, നിരാലംബർ, അഗതികൾ, പ്രാന്തവൽകൃതർ, അവരെല്ലാം കുറിക്കുന്ന ഈ പദപ്രയോഗങ്ങൾ ആവർത്തിച്ച് വന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഫക്കുറക്കബ, പിരടികളെ മോചിപ്പിക്കുക, പ്രയാസപ്പെടുന്ന മനുഷ്യനെ വിമോചിപ്പിക്കുക. എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുന്നവർ, രോഗത്തിന്റെ കെട്ടുപാടിൽ കിടക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക, അടിമകളെ അതിൽ നിന്ന് മോചിപ്പിക്കുക, ഒരു വിഭാഗത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമരുന്നവരെ സ്വതന്ത്രരാക്കുക. ഇതൊക്കെ അതിന്റെ വിശാലമായ അർത്ഥങ്ങളാണ്, വിശദീകരിക്കുന്നില്ല. അത് ഒന്നാമത് അള്ളാഹുവിനുള്ള നന്ദി പ്രകാശത്തിന്റെ വഴിയായി പഠിപ്പിച്ച ഖുർആൻ. തൊട്ടുടനെ ക്ലേശ നാളുകളിൽ അന്നം കൊടുക്കുക.
ആർക്കാ കൊടുക്കേണ്ടത്? യതീമൻ ദാ മഖ്റബ, അടുത്ത അനാഥന്. അടുത്ത അനാഥൻ മഖ്റബ എന്നാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, കുടുംബത്തിലെ അനാഥർ, അയൽപ്പക്കത്തിലെ അനാഥർ, നാം അടുത്ത ബന്ധം പുലർത്തുന്ന സമൂഹത്തിലെ അനാഥർ, അതൊക്കെ ഈ പ്രയോഗത്തിന്റെ അർത്ഥം. മഖ്റബ, യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ, മണ്ണ് പുരണ്ട നിരാലംബർ. അവർ മണ്ണ് പുരണ്ട ജീവിതമാണ്, രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നു, അവർക്കും ഭക്ഷണം കൊടുക്കുക. അപ്പോ അവശ്യ വിഭാഗത്തെ എണ്ണിയിടത്തൊക്കെ ഖുർആൻ ഏത് ആയത്തിൽ നോക്കിയാലും ഈ വിഭാഗത്തെ പരാമർശിക്കുന്നിടത്തൊക്കെ അനാഥരെയും അഗതികളെയും, അതാണ് യതീം മിസ്കീൻ, നമുക്കിടയിൽ തന്നെ ആ പ്രയോഗം വ്യാപകമാണ്. അപ്പോൾ ആ രീതിയിൽ അവരെ അവശ്യ വിഭാഗമായിട്ടാണ് കാണുന്നത്. അവരുടെ പരിചരണം, അവരുടെ പരിപാലനം, അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരൽ, അവരെ പുനരധിവസിപ്പിക്കൽ എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. സമൂഹത്തിന്റെ ബാധ്യതയായ ഈ വിഷയം യഥാവിധി പരിഗണിക്കേണ്ടുന്ന ആദ്യ വിഭാഗം കുടുംബമാണ്. അനാഥരെ കുടുംബത്തിനകത്താണ് സംരക്ഷിക്കേണ്ടത്. നമ്മുടെ കാലഘട്ടത്തിൽ അനാഥ സംരക്ഷണത്തിന് അനാഥശാലകളുണ്ട്. അതൊരു കാലഘട്ടത്തിൽ ആവശ്യമായി വന്നപ്പോൾ നമ്മുടെ മുൻഗാമികൾ തുടങ്ങി വെച്ച ഒരു മാതൃകാ പ്രവർത്തനമാണ്. അതൊരു നല്ല പ്രവൃത്തി തന്നെ. പക്ഷെ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാൻ പരിചരിക്കാൻ പറ്റിയ കുടുംബങ്ങൾ ഇല്ലാതെ വരികയോ, അല്ലെങ്കിൽ ഉള്ള കുടുംബങ്ങൾക്ക് അതിന് ശേഷിയില്ലാതാവുകയോ, അല്ലെങ്കിൽ അവർക്കതിൽ കാര്യമായ ബോധമില്ല, അവര് പഠിക്കുന്നവരോ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരോ, അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിൽ വളരാനും ഉയരാനുമുള്ള സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ മാത്രം കാഴ്ചപ്പാട് ഇല്ലാത്തവരോ ഒക്കെ ആണെങ്കിൽ അത്തരം കുടുംബത്തിൽ പെട്ടുകിടക്കുന്ന അനാഥരെയാണ് സമൂഹം ഏറ്റെടുക്കേണ്ടത്. അതല്ലാത്ത അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിലെ അനാഥരെ നമ്മുടെ കുടുംബത്തിനകത്ത് നിർത്തി സ്നേഹമസൃണമായ പരിചരണം കൊടുത്തുകൊണ്ട് അവർക്ക് അനാഥത്വം അനുഭവപ്പെടാതെ വളർത്തുക എന്നതാണ് ഇസ്ലാമിന്റെ ഊന്നൽ. അതുകൊണ്ടാണ് കുടുംബത്തിനകത്ത് അനാഥരെ നിർത്താൻ ഊന്നൽ കൊടുത്തത്. അപ്പൊ നമ്മുടെ ഒരു സഹോദരൻ മരിച്ചു, അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവ്, അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ബാപ്പ കുടുംബത്തിലെ ഉമ്മ കുടുംബത്തിലെ ആരൊക്കെ നമുക്ക് അത്രയും ബന്ധമുള്ള ആളുകൾ, അവരിൽ ഒരാളുടെ നേതൃത്വം അല്ലെങ്കിൽ പിതാവ് കുടുംബനാഥൻ അള്ളാഹുവിലേക്ക് തിരിച്ചുപോയി. അവരുടെ സംരക്ഷണം, അവർ സ്വത്തുള്ളവരാണെന്ന് സംരക്ഷിക്കേണ്ടതുണ്ട്, സ്വത്തില്ലാത്തവരാൽ സംരക്ഷിക്കേണ്ടതുണ്ട്. സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്താണോ അവർക്ക് ആവശ്യം അത് ചെയ്തു കൊടുക്കലാണ്. ചിലപ്പോൾ പിതാവ് മരിച്ചു, അവർ സ്വത്തുള്ളവരാ, ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാ, അല്ലെങ്കിൽ അതിനനുസരിച്ച് വരുമാന ഉപാധികൾ ഉള്ളവരാ. അവർക്കൊരു നേതാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഉൾക്കാഴ്ചയുള്ള ഒരു പിതാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ മാത്രം കെൽപ്പോ കണ്ണും ദൃഷ്ടിയും അഥവാ ബസീറ ഉൾക്കാഴ്ചയോ ഉള്ളവരല്ല എങ്കിൽ അവരുടെ ആ സംരംഭത്തെ യഥാവിധി അവരെ തന്നെ കൂടെ നിർത്തി സംരക്ഷിച്ച് വളർത്തി ഉയർത്തി അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ഘട്ടത്തിൽ അത് സുരക്ഷിതമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന മേൽനോട്ടം, അത് അവരുടെ സംരക്ഷണമാണ്. ഇനി അതല്ലാത്ത അവസ്ഥയുണ്ടാവാം, വരുമാന മാർഗം മുട്ടി ഉപജീവന വഴിയിൽ പണിയെടുക്കുന്ന പിതാവാണ് നഷ്ടപ്പെട്ടു പോയത്, അവർക്ക് പ്രതിസന്ധി ഉണ്ട് എങ്കിൽ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ അവിടെ അവർക്ക് ചെലവിന് കൊടുക്കലും അവരെ താമസിപ്പിക്കലും പഠിപ്പിക്കലും സമൂഹത്തിൽ മാന്യമായി കൊണ്ടു നടക്കലും അവിടെ അനാഥ സംരക്ഷണത്തിന്റെ ഭാഗമായി ചെയ്യേണ്ടി വരും. എന്തായിരുന്നാലും ഇത് രണ്ടും, ഈ രണ്ടിനത്തിൽപ്പെട്ടതായിരുന്നാലും ചെയ്യാൻ ഏറ്റവും അർഹരും യോഗ്യരും ബാധ്യതപ്പെട്ട ഒരു കുടുംബമാണ്. കുടുംബത്തിനകത്താകുമ്പോൾ അവർക്ക് സ്നേഹം കിട്ടും. ഒരു സ്ഥാപനത്തിനകത്താകുമ്പോൾ ശമ്പളക്കാരനായ വാർഡൻ, മേൽനോട്ടം വഹിക്കുന്ന മാനേജർ, പഠിപ്പിക്കുന്ന അധ്യാപകർ, അധ്യാപിക, ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതേ കിട്ടൂ. അതിന് ഒരുപാട് പരിമിതികളുണ്ടെന്ന കാര്യം ആർക്കാണ് അറിയാത്തത്? അവർക്കൊരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ഒരു കുടുംബനാഥനോ നാഥയോ ആയി നിന്നുകൊണ്ടുള്ള, അല്ലെങ്കിൽ ബാപ്പയുടെയോ ഉമ്മയുടെയോ ഒരു ഇക്കയുടെയോ ഇത്തയുടേതോ ആയ, അല്ലെങ്കിൽ പിതൃതുല്യമായ ഒരു വല്യപ്പയുടെയോ വല്യമ്മയുടേതോ മുത്തച്ഛൻ്റെതോ മുത്തശ്ശിയുടേതോ ആയ ഒരു നിർനിമേഷതയിൽ അങ്ങനെ പരിചരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ഈ കുട്ടികൾ വരണ്ട അവസ്ഥയിൽ വളരും, അവർക്ക് സ്നേഹം കിട്ടാതാകും, സ്നേഹം കിട്ടാത്തിടത്ത് നിരാശയുണ്ടാകും, പ്രതികാര ബുദ്ധി ഉടലെടുക്കും, ചെറിയ ചെറിയ വിഷയങ്ങളിൽ പ്രകോപിതരാകും, അവർ സമൂഹത്തിന് എതിരായി ചിന്തിക്കുന്ന ആന്റി മൈൻഡഡ് ആയിട്ട് മാറും, അത് ക്രിമിനൽ സ്വഭാവത്തിലേക്ക് വളരും. അവർ ചിലപ്പോൾ സമൂഹത്തിന് വലിയ നാശകാരികളായി ക്രിമിനലുകളായി മാറും. നല്ല ഒരു ശതമാനവും
നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ തലമുറയിലും ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലുമൊക്കെ ക്രിമിനൽ മനോഭാവമുള്ള ആളുകളെ കുറിച്ചുള്ള പഠനത്തിൽ ബോധ്യമാകുന്ന ഒന്ന്, വീട്ടകത്ത് സ്നേഹം കിട്ടാതെ വളർന്നവർ, ചെറുപ്പത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായവർ, ചെറുപ്പത്തിൽ പരിഗണിക്കപ്പെടാതെ പോയവർ, ഒന്നുകിൽ വീട്ടകത്ത് അല്ലെങ്കിൽ അനാഥശാലകളുടെ പ്രൊഡക്റ്റുകളായി വന്നവർ, അല്ലെങ്കിൽ സമൂഹം അവഗണിച്ചതിൻ്റെ ദുരന്ത ഫലമായി സമൂഹത്തിൽ തന്നെ പ്രശ്നക്കാരായി മാറിയവർ എന്നതാണെന്ന് നമുക്കിടയിലെ സാമൂഹിക പഠനങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒന്നാണ്. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ അവർക്ക് കൊടുക്കേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹം ഏറ്റവും നന്നായിട്ട് കിട്ടുക കുടുംബത്തിനകത്താണ്. അതുകൊണ്ടാണ് അനാഥരുടെ കാര്യത്തിൽ കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഇസ്ലാം ഊന്നിയത് കുടുംബത്തിനകത്ത് നിർത്തി അവരെ യഥാവിധി പരിപാലിക്കണം. അങ്ങനെ പരിപാലിക്കുമ്പോൾ അവരുടേതായ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയാണ് ജാഹിലിയ്യ കാലത്ത് ഉണ്ടായത്. അവർ കുടുംബത്തിനകത്ത് തന്നെയാണ് അനാഥരെ നിർത്തിയത്. പക്ഷേ ഈ അനാഥരുടെ സ്വത്തുക്കൾ അവർ തട്ടിയെടുക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ കൃത്യമായ ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, അവരുടെ സ്വത്തുക്കൾ അവർക്ക് കൊടുക്കണം. വആതുൽ യതാമ അംവാലഹും, അനാഥരുടെ സ്വത്തുക്കൾ അവർക്ക് തന്നെ കൊടുക്കണം. ഈ ആയത്ത് ഇറങ്ങാൻ നിമിത്തമായ ഒരു കാര്യവും ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി. സബബുൻ നുസൂൽ, അത് ഇറങ്ങാനുള്ള സന്ദർഭം ഖത്ഫാൻ ഗോത്രത്തിൽപ്പെട്ട ഒരാളുടെ കാര്യത്തിലാണ്. ഖത്ഫാൻ, ആ ഗോത്രത്തിലെ ഒരാൾ അയാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അനാഥനെ പോറ്റിയിരുന്നു, ഒരു യതീമിനെ പോറ്റിയിരുന്നു. അങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കെ ആ അനാഥന്റെ പിതൃസ്വത്തുക്കൾ ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഈ അനാഥൻ യുവാവായി വളർന്ന് പരിപക്വമായ അവസ്ഥയിലെത്തിയപ്പോൾ അവൻ തന്റെ പിതൃസ്വത്ത് ചോദിച്ചു. പിതൃസ്വത്ത് ചോദിച്ചപ്പോൾ കൊടുക്കാൻ ഇയാൾ കൂട്ടാക്കിയില്ല. കൊടുക്കാൻ ഇയാൾ കൂട്ടാക്കാതെ വന്നപ്പോൾ ഈ കേസ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നു. ആ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. വആതുൽ യതാമ അംവാലഹും, അനാഥരുടെ സ്വത്തുക്കൾ നിങ്ങൾ അവർക്ക് കൊടുക്കണം, അതവർക്ക് വിട്ടുകൊടുക്കണം. വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, നിങ്ങൾ ഒരിക്കലും നല്ലതും ചീത്തയും കൂട്ടിക്കലർത്തേണ്ടതില്ല. നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടേതാ, അവരുടെ സ്വത്ത് അവരുടേതുമാണ്. നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു എന്ന ന്യായം വെച്ച് നിങ്ങളുടെ സ്വത്തും അവരുടെ സ്വത്തും നിങ്ങൾ ഒന്നാക്കി മാറ്റി അതിൽ ഒരു വേർതിരിവില്ലാതെ കണക്കും കാര്യവുമില്ലാതെ സൂക്ഷ്മതയില്ലാതെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോയാൽ നിങ്ങളുടെ നല്ല സ്വത്തിൽ അവരുടെ സ്വത്ത് കടന്നുകൂടുമ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെടാത്ത ഖബീസ്, ചീത്ത കൂടി അതിൽ ചേർന്നു. അപ്പൊ നിങ്ങളുടെ നല്ല സ്വത്ത് നിങ്ങൾക്ക് അർഹതപ്പെടാത്ത ഈ അനാഥന്റെ സ്വത്ത് അത് നിങ്ങൾക്ക് ചീത്തയാണ്. ആ ചീത്തയുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യം എന്താണ്? അതാണ് ഇസ്ലാമിന്റെ ചോദ്യം. അങ്ങനെ നിങ്ങൾ കൂട്ടിക്കലർത്തേണ്ട കാര്യം എന്താണ്? അതുകൊണ്ട് വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, നിങ്ങൾ ഒരിക്കലും നല്ലതും ചീത്തയും കൂട്ടിക്കലർത്തി തിന്നേണ്ടതില്ല. നല്ല വെള്ളവും കലക്ക് വെള്ളവും കൂട്ടി നിങ്ങൾ എന്തിനാ കുടിക്കുന്നത്? നിങ്ങളുടേത് നിങ്ങളുടെ അർഹതപ്പെട്ട സ്വത്താണ്, അവരുടേത് അവരുടേതാണ്. അവരുടേതാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളത് പരിപാലിക്കണം. അതിനെ വളർത്തുക, ഉയർത്തുക, നാശം സംഭവിക്കാതെ പരിപാലിക്കുക. എന്തിനാണ് പരിപാലിക്കുന്നത്? അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളത് കൊണ്ട്. അങ്ങനെ അവർ അതിന് മാത്രം കൊണ്ടു നടക്കാൻ യോഗ്യരായ റുഷ്ദ്, തന്റെ ഇടം, നിക്കാഹ് എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. വിവേകം, വിവാഹം കഴിക്കാനുള്ള പ്രായപത്തി വിവേകപത്തി എന്നാ പറയാ. അതുകൊണ്ട് ആ പ്രയോഗം ഇതിനും പ്രയോഗിച്ചിട്ടുണ്ട്. ഇനിയുള്ള ആയത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വിവേകമെത്തി അവർ വിവാഹം കഴിക്കാനൊക്കെ ഉള്ള കൈകാര്യ കർത്തൃത്വം ഏറ്റെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും വരെ നിങ്ങൾ അതിനെ ശരിക്കും പരിപാലിക്കുക. അത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങൾക്ക് വലിയ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ അനവ കാഫിലുൽ യതീമി ഹാക്കദ, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നത് ഇങ്ങനെയാണ് സ്വർഗത്തിൽ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വലിയൊരു ധർമ്മമാണ്, വലിയ ധർമ്മപ്രവൃത്തിയാണ്, വലിയ സേവനമാണ്, സ്വർഗം നേടാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് നിങ്ങൾ അവർക്ക് വേണ്ടി സംരക്ഷിച്ചു കൊണ്ടുപോകണം. അത് വേർതിരിച്ചു തന്നെ നിർത്തണം. നിങ്ങൾക്ക് നോക്കി നടത്താം, അതിന്റെ വരുമാനം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. നിങ്ങൾ ഈ കുട്ടിക്ക് ചെലവിന് കൊടുക്കുന്നതിന് ആവശ്യമാണെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ നിന്ന് എടുക്കാതെ അവനെ സംരക്ഷിക്കാം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ശേഷം ആയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളത് കൊണ്ടു നടക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവരുടേത് ഒട്ടും നിങ്ങളുടെ ധനത്തിൽ ചേരരുത്. അങ്ങനെ ചേരുമ്പോൾ നിങ്ങളുടെ നല്ല ധനം ചീത്തയായി പോകും. നിങ്ങൾ എന്തിനാണ് നല്ലതും ചീത്തയും തമ്മിൽ കലർത്തി കുടിക്കുന്നത്? വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, നിങ്ങൾ നല്ല ധനവും ചീത്തയും തമ്മിൽ ചേർത്ത് ഉപയോഗിക്കേണ്ടതില്ല. അത് പരസ്പരം നിങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്ന രീതി, ഇടകലർത്തി ഉപയോഗിക്കുന്ന രീതി പാടില്ല. വലാ തഅകുലു അംവാലഹും ഇലാ അംവാലിക്കും, ഒന്നുകൂടി ഉരുത്തിരിച്ചു പറഞ്ഞു, അവരുടെ ധനം നിങ്ങളുടെ ധനത്തിലേക്ക് ചേർത്ത് ഭക്ഷിക്കരുത്. അത് വേറെ തന്നെ കണക്കുണ്ടാവണം, കൃത്യതയുണ്ടാവണം, അതിൽ ജാഗ്രതയുണ്ടാവണം.
നിങ്ങളുടേതിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തുക, അതിന്റെ വളർച്ചയും ഉയർച്ചയും പരിപാലനം ശ്രദ്ധിക്കുക. അവരുടേത് അവഗണിക്കുക, രണ്ടാം സ്ഥാനത്ത് വെക്കുക എന്നും ആവാൻ പാടില്ല. അതിൻ്റെതായ പരിഗണന കൊടുത്തുകൊണ്ട് അതിനെ വളർത്താൻ, അതിന് നഷ്ടം വരുത്താൻ പാടില്ല. ഒപ്പം നിങ്ങൾ കണക്കും കാര്യവും സൂക്ഷിക്കണം. അതും ഇതും ഒന്നിച്ചു ചേരുന്ന, അങ്ങനെ കണക്കില്ലാതെ ഒരു രീതിയിലും മറുപടി പറയാൻ കഴിയാത്ത വിധം, നാളെ നിങ്ങൾ അവൻ്റെ തട്ടിയെടുത്തു എന്നവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ന്യായം പറയാൻ കഴിയാത്ത വിധം സംശയാസ്പദമാകുന്ന അവസ്ഥയിലൊന്നും ആകാൻ പാടില്ല. അതുകൊണ്ട് അത് ഇതിലേക്ക് ചേരരുത്. ഇത് അതിലേക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തു, അത് നിങ്ങളുടെ ഔദാര്യമായിട്ട് മനസ്സിലാക്കാം. പക്ഷെ അതിന്ന് അണപ്പ ഇങ്ങോട്ട് ചേരാൻ പാടില്ല. അതാണ് വലാ തഅ്കുലു അംവാലകും ഇലാ അംവാലിക്കും. അവരുടെ ധനം നിങ്ങളുടെ ധനത്തിലേക്ക് ചേർത്ത് ഭുജിക്കാൻ പാടില്ല. ഇന്നഹു കാന ഹൂബൻ കബീറ. അത് വലിയ പാപമാണ്, വലിയ കുറ്റമാണ്. ഇത് വലിയ നിർദ്ദേശമുള്ളൊരായത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അനാഥ സംരക്ഷണം ഒരു ധർമ്മപ്രവർത്തനമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. ആ ധർമ്മപ്രവർത്തനം തന്നെ തട്ടിപ്പിന് സാധ്യതയുള്ളതാണ്. അതാണ് ഈ ആയത്ത് പ്രഖ്യാപിക്കുന്നത്. കാരണം അവരുടെ ധനം ഒന്നുകിൽ, അല്ലെങ്കിൽ അവരുടെ പേരിൽ കിട്ടുന്ന പണം, രണ്ടും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒന്ന്, അനാഥരായ ആളുകളുടെ ധനം നമ്മൾ നേർക്കുനേരെ കൈകാര്യം ചെയ്യേണ്ടി വരും. കുടുംബത്തിനകത്ത് അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഇനി അങ്ങനെ കുടുംബത്തിലല്ല സംരക്ഷിക്കപ്പെടുന്നത്, അവർക്ക് സ്വന്തമായി സ്വത്തുക്കളോ കാര്യങ്ങളോ പരിപാലിക്കാനൊന്നും ഇല്ല, അതിന് പറ്റുന്ന ആളുകൾ ഏറ്റെടുക്കാനുമില്ല, സമൂഹം ഏറ്റെടുക്കും. അപ്പൊ ദാറുൽ ഐത്താം, അനാഥശാലകൾ ഉണ്ടാകും. അനാഥശാലകളുടെ വരുമാനം അനാഥർക്ക് കിട്ടുന്ന വരുമാനമാണ്. അതിനു വേണ്ടിയാണ് സമയാസമയങ്ങളിൽ ഭക്ഷണത്തിന് വരെ ആളുകൾ സംഭാവന കൊടുക്കുന്നു, പലരും അവരെ സ്പോൺസർ ചെയ്യുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് വരുമാനം ഉണ്ടാകും. ആ വരുമാനം അവരുടെ പരിപാലനത്തിനാണ്, അത് അവരുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. മറിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ ഒരു ദോഷയ്ക്ക് തന്നെ പറയുകയാണെന്ന് വെച്ചോളി, നിങ്ങൾക്കും അങ്ങനെ കാര്യങ്ങളെ കാണാം. ഈ ഉള്ളവന്റെ വിലയിരുത്തൽ ശരിയാണെന്ന് വെക്കേണ്ടതില്ല. അന്വേഷണത്തിനോ പഠനത്തിനോ ആവട്ടെ, അത് ഒരു അഡ്രസ് ആണ്. അനാഥർ ഒരു അഡ്രസ് ആണ്. അതിൻ്റെ പേരിലാണ് സ്വത്തുവകകൾ സമാഹരിക്കുന്നത്. അതിന് പേരിൽ പിരിവ് കിട്ടും, ആരോടും പറയാം, ആളുകൾ കൊടുക്കുകയും ചെയ്യും. അത് വെച്ചിട്ട് പിന്നെ സ്ഥാപനങ്ങളും വലിയ വലിയ സാമ്രാജ്യവും കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ അനാഥർ എവിടെ എത്തി എന്ന് പരിശോധിക്കുമ്പോഴോ, ഈ അനാഥർക്ക് 10ാം ക്ലാസ്സിനപ്പുറത്തേക്ക് പഠനങ്ങളില്ല. അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് പിന്നെയും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ IQ മനസ്സിലാക്കി, സ്കിൽസ് കണ്ടെത്തി, അവർക്ക് യോജിച്ച വിദ്യാഭ്യാസവും പരിചരണവും കൊടുത്ത് അതിനപ്പുറത്ത് അവരെ സമൂഹത്തിന് പറ്റുന്ന പണ്ഡിതന്മാരോ പ്രൊഫഷണലുകളോ ആക്കി വളർത്തിയെടുക്കുന്ന രീതിയിൽ അവരെ ഫോളോ ചെയ്യുന്ന പരിപാടിയില്ല. അവരുടെ പേരിൽ കിട്ടുന്ന സ്വത്തുക്കൾ കൊണ്ട് വലിയ സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നു. അവർക്ക് വലിയ പ്രൊഫഷണൽ കോളേജുകളുണ്ട്, വലിയ വരുമാനങ്ങളുണ്ട്, തലവരിപ്പണം വാങ്ങാൻ അവസരമുണ്ട്, അവർ കോടികളുടെ ആസ്തിയുണ്ട്. ഈ അനാഥകളുടെ സംരക്ഷണത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലോ മറ്റോ പോയിട്ട് പിരിക്കുന്ന പിരിവിന് പോലും അവർ നല്ല കമ്മീഷൻ പറ്റുന്നുണ്ട്. ആ കമ്മീഷൻ കൊണ്ട് ഈ വ്യക്തികളും പണ്ഡിതന്മാരും മൗലവിമാരും ഉസ്താദുമാരും ഒക്കെ അവരും സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതാണ്, ഇല്ലെന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ട്. അപ്പൊ ഈ ആയത്തും അതും തമ്മിലുള്ള ബന്ധം ഒന്ന് പരിശോധിക്കാവുന്നതാണ്. വെറുതെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഈ ഉള്ളവൻ വിധി പറയുന്നില്ല. അവരുടെ പേരിൽ അവർക്കായി കിട്ടുന്നത് എങ്ങോട്ടൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നു, ആരുടെ എല്ലാം ധനത്തിലേക്ക് ചേർന്നിരിക്കുന്നു, ആരെല്ലാമാണ് അതിന്റെ ഗുണഭോക്താക്കൾ, ആരൊക്കെയാണ് അത്തരം സ്ഥാപനങ്ങളിൽ കയറിപ്പറ്റുന്നവർ, ഈ അനാഥർ എവിടെയായി പോയിരിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ പ്രവേശിച്ച അനാഥരിൽ എത്ര ശതമാനം അവിടെ വിദ്യാഭ്യാസത്തിൻ്റെതായ ആവശ്യം പൂർത്തീകരിച്ചു? പഠിക്കാൻ കഴിവും ശേഷിയുമുള്ള എത്ര കുട്ടികൾ പ്രഗത്ഭരായി അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കി ഒരു തൊഴിൽ മേഖലയിലേക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ മാത്രം കെൽപ്പുള്ളവരായി തീർന്നു? മറുപടി പറയാൻ കഴിയുമോ? എത്ര പെൺകുട്ടികൾ അനാഥർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, അവർ ദാമ്പത്യം ആസ്വദിക്കുന്നു, അവർക്കൊരു പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കാൻ ഒരു ചെറിയ വീടെങ്കിലും വെച്ച് കൊടുക്കാൻ എത്ര പേർക്ക് പറ്റി? ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ആരുടെ പേരിലാണ് ഇതൊക്കെ സമാഹരിച്ചത്? അവർക്ക് വേണ്ടി എത്ര ചെറിയ ശതമാനമാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് വരുമ്പോൾ ഇത് വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് നല്ലതും ചീത്തയും കൂട്ടിക്കലർത്തണ്ട, വലിയ കുറ്റമാണ്. പിന്നെയും തുറന്നു പറഞ്ഞു, വലാ തഅ്കുലു, തിന്നരുത് എന്നാണ്. ആ പ്രയോഗത്തിന് തന്നെ ഒരു ഊന്നലുണ്ട്, തിന്നരുത്. തിന്നു, അനാഥന്റെ സ്വത്ത് തിന്നു എന്നൊക്കെ പറയുമ്പോൾ
ആ പ്രയോഗം തന്നെ ഒരു വല്ലാത്ത നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രയോഗം. നെക്കിറ ആണ്, നെഗറ്റീവായിട്ടാണ് അത് ഇഫക്റ്റ് ചെയ്യുക. ഒരു കേൾക്കുമ്പോൾ തന്നെ അതിനൊരു വല്ലാത്ത പേടിപ്പെടുന്ന ധ്വനിയുണ്ട്. വലാ തഅ്കുലു അംവാലഹും ഇലാ അംവാലിക്കും, അവരുടെ ധനം നിങ്ങളുടെ ധനത്തിലേക്ക് ചേർത്ത് തിന്നരുത് എന്ന് പറയുമ്പോൾ അവിടെയും ഊന്നലുണ്ട്. അപ്പൊ ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. ഈ പറഞ്ഞ അവസ്ഥക്ക് വിരുദ്ധമായി നിങ്ങൾ അവരുടെ പേരിൽ നേടുന്നതും നിങ്ങൾ അവരുടേതായി നിങ്ങൾ കൈകാര്യം ചെയ്തതുമായ സ്വത്തുക്കൾ നിങ്ങളിലേക്ക് ചേരുകയോ അത് അന്യായപ്പെട്ടു പോവുകയോ അന്യാധീനപ്പെട്ടു പോവുകയോ അവർക്കതുകൊണ്ട് ഗുണം കിട്ടാതെ വരികയോ ഒക്കെ ചെയ്യുകയാണ്. ആ രീതിയിൽ ഒരു കണക്കും കാര്യവുമില്ലാതെ ശ്രദ്ധയില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്നഹു കാന ഹൂബൻ കബീറ, അത് വൻ പാപമാണ്, വൻ പാപമാണ്. സബഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞ 7 വൻ പാപങ്ങൾ എണ്ണിയതിലും അഖിലു മാലൽ യതീം, അനാഥരുടെ മുതൽ തിന്നൽ എന്നൊരു വൻ പാപമായി എണ്ണിയിട്ടുണ്ട്. ഇവിടെ ഖുർആൻ തന്നെ ഇന്നഹു കാന ഹൂബൻ കബീറ, അത് വൻ പാപമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൻ പാപങ്ങളെ പരിചയപ്പെടുത്തൽ എണ്ണി പറയുകയും ചെയ്തു. അപ്പൊ ഇത് ജാഗ്രതയോടെ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. അപ്പൊ അനാഥരുടെ കാര്യത്തിൽ ഇത്രയും വലിയ നിർദ്ദേശം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്ന കാര്യം വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. അവരെ യഥാവിധി പരിപാലിക്കുകയും അവരുടെ കാര്യം യഥാവിധി പരിഗണിക്കുകയും ചെയ്യാൻ കഴിയാതെ പോയാൽ അത് വലിയ ദുരന്തമാണ്. അത് ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് ദുരന്തമാണ്, ഏറ്റെടുത്ത സമൂഹത്തിന് ദുരന്തമാണ്. കുടുംബങ്ങൾ അതിൻ്റെ പേരിൽ പ്രതിപട്ടികയിലാവും, സമൂഹവും പ്രതിപട്ടികയിലാവും. അള്ളാഹു ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ ആശയം, ഈ വിഷയം തുടർന്ന് വരുന്ന 6ാമത് ആയത്തിലും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇന്ന് തെളിഞ്ഞു കിട്ടും. വബ്തലുൽ യതാമ, നിങ്ങൾ അനാഥരെ പരിചരിക്കണം. ശരിക്കും ഇബ്തിലാനെ പരീക്ഷിച്ചു എന്നാണ്, അവരെ പരീക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ട് നടക്കണം. ഇതേ അധ്യായത്തിലെ 6ാമത് സൂക്തമാണ് ഇപ്പോൾ വായിക്കുന്നത്. വബ്തലുൽ യതാമ, നിങ്ങൾ അനാഥരെ നിരീക്ഷിക്കണം, പരീക്ഷിക്കണം, പരിചരിക്കണം. ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ, അവർക്ക് പ്രായപൂർത്തിയായാൽ, വിവേകമെത്തിയാൽ എന്നാണ് അതിന് മലയാളത്തിൽ മുഫസ്സിരീങ്ങൾ അർത്ഥം പറഞ്ഞത്. നിക്കാഹ് കല്യാണം എന്ന അർത്ഥം, വിവാഹം. പക്ഷെ ഇവിടെ അതിനർത്ഥം അവർക്ക് വിവേകമെത്തിയാൽ, അഥവാ കല്യാണം കഴിക്കാൻ മാത്രം പക്വതയും പാകതയും എത്തിയാൽ. ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദ, വീണ്ടും ഉന്നയിച്ചു, വീണ്ടും എടുത്തു പറഞ്ഞു. ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദ, അവരിൽ നിന്ന് തൻ്റെ ഇടം, റുഷ്ദ് വകതിരിവ്, കാര്യപ്രാപ്തിയുടെ ശേഷി നിങ്ങൾക്ക് ബോധ്യപ്പെടും വരെ. ബോധ്യപ്പെട്ടവ രണ്ടും വേറെ പറയാൻ എന്താ? വിവാഹപ്രായം എന്നത് പ്രായവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പ്രായമായാലും തൻ്റെ ഇടമായിക്കൊള്ളണമെന്നില്ല, പക്വത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ സാധാരണ കാനേഷുമാരി ഗവൺമെന്റ് കണക്കനുസരിച്ച് പുരുഷൻ ഇത്ര വയസ്സായാൽ വിവാഹം കഴിക്കാം, സ്ത്രീക്ക് 18 ആയാൽ വിവാഹം കഴിക്കാം എന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴും അത് പൂർണ്ണമായും ശരിയാകുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം 18 വയസ്സ് ആയ ഒരു പെൺകുട്ടിക്ക് ചിലപ്പോൾ 12 വയസ്സുകളുടെ പക്വതയെ ഉണ്ടാകുള്ളൂ. ആർക്കാ അറിയാത്തത്? അപ്പൊ നിക്കാഹിന്റെ പ്രായം അല്ലെങ്കിൽ പ്രായപൂർത്തിയായതിന്റെ വിവേകം എത്താവുന്ന ഒരു പ്രായം എന്ന നിലക്ക് 18 എന്ന് പറയുമ്പോഴും ആ 18കാരി അവളിൽ നിന്ന് ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദ, അവൾക്ക് ഈ പ്രായമായാൽ പോരാ, അവൾക്ക് റുഷ്ദുണ്ട്, തൻ്റെ ഇടമുണ്ട്, ആ കുട്ടിക്ക് കാര്യപ്രാപ്തിയുണ്ട്, ആ കുട്ടിക്ക് വിവേകമുണ്ട്, ബുദ്ധി ഉറച്ചിട്ടുണ്ട്, കാര്യബോധമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന് വേറെ തന്നെ എടുത്ത് പറഞ്ഞിരിക്കും. അത് ഇസ്ലാം വെച്ചൊരു പ്രയോഗം. ഈ പ്രയോഗം പറയാതെ ഇങ്ങനെ മാത്രം പറഞ്ഞാലും ശരിയാകുമായിരുന്നല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ, അവർക്ക് വിവാഹപ്രായമെത്തിയാൽ അല്ലെങ്കിൽ അവർക്ക് വിവേകം എത്തിയതിൻ്റെതായ ഒരു അവസ്ഥ, അത് നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരു പ്രായവും പരിധിയൊക്കെ ഉണ്ട്, അത് എത്തിയാൽ എന്ന് മാത്രം പറഞ്ഞാൽ കാര്യം ശരിയാകും. വിവാഹം കഴിക്കാൻ മാത്രമുള്ള അവസ്ഥയ്ക്ക് എത്തിയാൽ എന്നാണ് അപ്പം അതിനർത്ഥം. പക്ഷെ അത് പറഞ്ഞ് നിർത്താതെ അതിൻ്റെ കൂടെ ഒരു നിബന്ധന കൂടി വെച്ചു. ആ നിബന്ധന ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദ, അവർക്ക് തൻ്റെ ഇടം, പക്വത, പാകത, വിവേകം, കാര്യശേഷി ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ, നിങ്ങൾ അനുഭവിച്ചാൽ, ആനസ്തും നിങ്ങൾ അനുഭവിച്ചാൽ, അവർ അതിന് മാത്രമൊക്കെ ഫിറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ എന്ത് വേണം? ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവരുടെ ധനം അവർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ അവരുടെ ധനത്തെ പരിചരിക്കണം.
അത് നിങ്ങളിൽ ചേരാൻ പാടില്ല, നിങ്ങളതിനെ അവഗണിക്കാൻ പാടില്ല, അത് നിങ്ങൾ തട്ടിയെടുക്കാൻ പാടില്ല, അതും ഇതും കണക്കില്ലാതെ കൂടിക്കലർന്ന് പോകാനും പാടില്ല, അങ്ങനെയൊന്നും വരാൻ പാടില്ല എന്ന് ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ട് അതേ വിഷയത്തിന്റെ തുടർച്ചയിൽ പറയുന്നു, അവർക്ക് പ്രായമായി, അവർ വിവേകമെത്തിയ അവസ്ഥയിൽ നിങ്ങൾക്ക് ബോധ്യമായി. അത് തന്നെ പ്രായമായാൽ മാത്രം പോരാ, അവരുമായ ഇടപഴക്കത്തിലും ബന്ധത്തിലും നിങ്ങൾ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക, പരീക്ഷിച്ചു കൊണ്ടിരിക്കെ അവർക്ക് പക്വതയും പാകതയും ഉണ്ട്, കാര്യപ്രാപ്തിയുണ്ട്, തൻ്റെ ഇടമെങ്കിൽ അനുഭവപ്പെടണം. അങ്ങനെ അനുഭവപ്പെട്ടാൽ അവിടെ സ്വത്തുക്കൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ്. വലാ തൗകുലൂഹ, അവിടെ സ്വത്തുക്കൾ നിങ്ങൾ ഭുജിക്കാൻ പാടില്ല. ഇസ്റാഫൻ വ ബിദാറ, ധൂർത്തായും അമിതമായും നിങ്ങൾ അതിൽ നിന്ന് പറ്റാൻ പാടില്ല. അവർ വലുതായാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് ഭയന്നിട്ട് നിങ്ങൾ അത് കണ്ടമാനം അതിൽ നിന്ന് ധൂർത്തായി ദുർവ്യയമായി അത് പറ്റുന്നിടത്തോ അതുകൊണ്ട് ചെലവഴിക്കുന്നിടത്തോ അതുകൊണ്ട് അവർക്ക് ചെലവഴിക്കുന്നിടത്തോ ഒക്കെ ഒരു മിതത്വവും പാലിക്കാതെ നിങ്ങൾ അങ്ങനെ ചെലവഴിക്കാൻ പാടില്ല. എന്താണ് അതിന്റെ ന്യായം, അതിന്റെ പ്രചോദനം? അവർ വലുതാകും, വലുതായാൽ ഏൽപ്പിക്കേണ്ടി വരും എന്ന് ഭയന്നിട്ട് നിങ്ങൾ അത് ദുർവ്യയം ചെയ്യുന്ന രീതിയും പാടില്ല. വമങ്കാന ഖനിയ, നിങ്ങളിൽ ആരെങ്കിലും ധനികന്മാരാണ് എങ്കിൽ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് നിങ്ങൾ അതിനൊന്നും പറ്റരുത്. നിങ്ങൾക്ക് പൈസയുണ്ട്, സ്വത്തുണ്ട്, നിങ്ങൾ ശേഷിയുള്ളവരാണെങ്കിൽ ഈ അനാഥർക്ക് വേണ്ടി നിങ്ങൾ നൽകുന്നതിന് പകരം അവരുടെ ധനത്തിന് നിങ്ങളൊന്നും പറ്റരുത്, അത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനെയല്ല, മറിച്ച് വമങ്കാന ഫഖീറ, സംരക്ഷകരായ നിങ്ങൾ ദരിദ്രരാണ് എങ്കിൽ, നിങ്ങൾ തന്നെ ആവശ്യക്കാരാണ് എങ്കിൽ ഫൽയഅകുൽ ബിൽ മഅറൂഫ്, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ധനത്തിൽ നിന്ന് ന്യായമായത് മാത്രം നിങ്ങൾ എടുക്കുക, നിങ്ങൾ ഭുജിക്കുക. അവർക്ക് വേണ്ടത് മാത്രം അതിന് എടുത്തുകൊള്ളുക. നിങ്ങൾക്ക് അവരെ പോറ്റാൻ കഴിയില്ലെങ്കിൽ അവിടെ ധനത്തിൽ നിന്ന് അവർക്ക് വേണ്ട ന്യായമായത് മാത്രം നിങ്ങൾ എടുക്കുക. ഫൈദാ ദഫഅതും ഇലൈഹിം അംവാലഹും, അങ്ങനെ അവർ പ്രായപൂർത്തിയെത്തി പക്വത ഒക്കെ പ്രകടിപ്പിച്ച അവസ്ഥയിൽ അവരുടെ ധനം നിങ്ങൾ അവർക്ക് നൽകുകയാണെങ്കിൽ ഫഅഷ്ഹിദൂ അലൈഹിം, അതിന് നിങ്ങൾ സാക്ഷികളെ നിർത്തണം. നിങ്ങൾക്കെതിരെ ആരോപണം പിന്നീട് പറഞ്ഞാൽ ഏശരുത്. എൻ്റെ പിതൃ സ്വത്ത് മുഴുവൻ തന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇനിയുമുണ്ട്, എനിക്ക് ഇത്രേ തന്നിട്ടുള്ളൂ എന്നൊക്കെ ഇവൻ നാളെ എന്തോ കാരണവശാൽ പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ട് പിന്നെ ആരെയും തെളിവിന് ഹാജരാക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഭാഗം ന്യായമാണെങ്കിൽ ആ ന്യായം സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് തെളിവുകളില്ലാതെ പോകുന്ന അവസ്ഥ വരാതിരിക്കാൻ അലൈഹിം, അവരുടെ സ്വത്തുക്കൾ അണപൈ അവർക്ക് തിരിച്ചേൽപ്പിക്കുമ്പോൾ നിങ്ങൾ സാക്ഷികളെ നിർത്തണം. ഈ വ്യാഖ്യാതാക്കൾ പറയുന്നു അത് രേഖപ്പെടുത്തണം, സാക്ഷിയുടെ ഒപ്പിടിക്കണം, അവന് കിട്ടിബോധിച്ചതായി രേഖപ്പെടുത്തണം. അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അഭിമാനം ക്ഷതപ്പെടും. അവരൊരു പ്രസ്താവനയെ നടത്തേണ്ടതുള്ളൂ, നിങ്ങൾ സമൂഹത്തിൽ നാണം കെട്ടുപോകും. അത്രയും സുതാര്യത വേണം എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അനാഥ സ്വത്തുക്കൾ കൈകാര്യം ചെയ്ത് സുതാര്യത വേണം. അത് സമൂഹം ഏറ്റെടുത്ത് അനാഥശാലയായി നടത്തുകയാണെങ്കിലും കുടുംബം ഏറ്റെടുത്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ സുതാര്യത വേണം. ആരുടെ മുമ്പിൽ ന്യായം പറയാൻ പറ്റണം. ഇത്രയാണ് അതിൻ്റെ പേരിൽ കിട്ടിയത്, അത് ഇന്ന വഴിക്കാണ് ചെലവഴിച്ചത്, ബാക്കി ഇത്രയുണ്ട്, ഞാൻ അതൊന്നും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പോക്കുവരവ് കാര്യങ്ങളായിട്ട് ഇത്ര ചെലവ് വന്നിട്ടുണ്ട്, ആ ചെലവ് ന്യായമായും പറ്റിയിട്ടുണ്ട്, അത് ഇന്ന ഇന്ന ആളുകൾ സാക്ഷികളാണ്, ഇന്ന രീതിയിൽ കണക്കും രേഖയും ഒക്കെയുണ്ട്, ഇന്ന് അണപൈ അന്യായമായി പോയിട്ടില്ല എന്നൊക്കെ പറയാൻ മാത്രം സുതാര്യത വേണം. പക്ഷേ അനാഥശാലകൾ എന്നതിൻ്റെ പേരിൽ അതിൻ്റെ മറവിൽ എല്ലാ വിഭാഗത്തിലും നടക്കുന്നത് ശുദ്ധ വെട്ടിപ്പും തട്ടിപ്പുമാണ്. എവിടെയും ഒരു കണക്കുമില്ല, ആരെയും ബോധിപ്പിക്കേണ്ടതില്ല. കൊണ്ടു നടക്കുന്നവൻ അതിൻ്റെ മേൽനോട്ടക്കാരനാണ്, അവനോ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരാളായിട്ട് പടർന്നു നിൽക്കുകയാണ്. എവിടെയോ വല്ല പ്രശ്നം ഉണ്ടായി വരുമ്പോൾ വല്ലപ്പോഴും ഒരു JDT പോലൊക്കെ ഒരു പ്രശ്നം സമൂഹം ഉന്നയിച്ചിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കൈകാര്യം ചെയ്യലാകുന്നല്ലാതെ വേറെ ആരും തൊട്ടാൽ തന്നെ നമുക്ക് പ്രശ്നം. നമ്മൾ പറയാം അതൊക്കെ സമുദായത്തിന്റെ അകത്തുള്ള പ്രശ്നങ്ങളെ പുറത്ത് കാണിക്കലാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ന്യായം പറഞ്ഞിട്ട് ഇപ്പുറത്ത് കൊട്ടാൻ ആളുണ്ടാവും. ഉമ്മായെ തല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെയാണ്. ചില ആൾക്കാർ പറയും ആ ഉമ്മക്കൊന്ന് കിട്ടേണ്ടതാണ് എന്ന് പറയും, വേറെ ചില ആൾക്കാർ പറയും അതെന്തായിരുന്നാലും ശരിയായില്ല എന്ന് പറയും. ഇതുപോലെയാണ്, അതിലും ഇടപെട്ടാൽ പോലും വലിയ പ്രശ്നമാണ്.
അപ്പോൾ ഇതൊക്കെ ഒരു തരം വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടു നടക്കുന്ന രീതിയൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ്, കടുത്ത കുറ്റമാണ്, ശിക്ഷയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാൽ സ്ഥാപനത്തെ മോശമാക്കാനല്ല, ഇടക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വന്ന ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളന്ന് വിട്ടേക്കുക. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നിടത്ത് ഇതിലൊക്കെ പാലിക്കേണ്ടുന്ന സൂക്ഷ്മത എത്രമേൽ വലുതാണെന്ന കാര്യം ഇത്രയും കൃത്യമായി ഖുർആൻ പ്രമാണമായി പറഞ്ഞിരിക്കെ ഒരു സൂക്ഷ്മതയുമില്ലാതെയാണ് ഈ മേഖല സമുദായത്തിനകത്തും സമൂഹത്തിലും കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നത് വളരെ ഗുരുതരമാണ്. ഇത് ഇതിലേക്ക് മാത്രമാക്കണ്ട. നമ്മുടെ സമയദൈർഘ്യം വായിന്നിട്ട ആദിവാസികളുടെ സംരക്ഷണം രാഷ്ട്രം ഏറ്റെടുത്തിരിക്കുന്നു. കോടികൾ ഖജനാവുന്ന ആ വകുപ്പിൽ ചെലവഴിക്കുന്നു. അരയന്മാരുടെ സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ ദരിദ്രരുടെ സംരക്ഷണം, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം, മുസ്ലിം സമുദായത്തിന്റെ പോലും സംരക്ഷണം, ഇതൊക്കെ സമൂഹത്തിലെ അവശ്യ വിഭാഗങ്ങളാണല്ലോ. യതീം, മസാക്കീൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം പെടുമല്ലോ. അതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന പണം എവിടെ പോകുന്നു എന്ന് വളരെ കൃത്യമല്ലേ? അതിന്റെ എത്രയോ ചെറിയ ഒരു ശതമാനമാണ് അവർക്ക് കിട്ടുന്നത് എന്ന കാര്യവും കൃത്യമല്ലേ? ആർക്കാ ഇത് അറിയാത്തത്? പക്ഷെ നമുക്കുണ്ടോ വല്ല പ്രശ്നവും? അതിൽ നമ്മൾ അരിശം കൊള്ളാറുണ്ടോ? അതിൽ നമുക്ക് ധാർമ്മിക രോഷം വരാറുണ്ടോ? ആ വിഷയങ്ങളൊക്കെ ഫീച്ചറായിട്ട് വരുമ്പോൾ വായിക്കാൻ പോലും നമുക്ക് സന്മനസ്സുണ്ടാവാറുണ്ടോ? വായിച്ച് നാം ഞെട്ടാറുണ്ടോ? സ്വന്തം കിട്ടിയ 1.5-2 സെന്റിനകത്ത് മയ്യത്ത് മറമാടാൻ ഇടമില്ലാതെ അതേ സ്ഥലത്ത് തന്നെ മുറ്റത്ത് മയ്യത്ത് മറമാടുകയും ആ ശവം തന്നെ ഒലിച്ചിറങ്ങി ജീർണിച്ച് അവർ വെള്ളമെടുക്കുന്ന കുഴിയിലേക്ക് വരുന്ന നോക്കിക്കണ്ട് തന്നെ ആ വെള്ളം കുടിക്കേണ്ടി വരികയും ചെയ്യുന്ന ദുരവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഇപ്പോഴും പത്രത്തിൽ വന്നുകൊണ്ടിരിക്കല്ലേ? നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? നമ്മൾ ഏത് ലോകത്ത് ജീവിക്കുന്നു? അപ്പൊ ഇസ്ലാം ഇതിലൊക്കെ വെച്ച കണിശത എത്ര ഗൗരവമുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ മാതൃക കാണിക്കേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അതിന്റെ സ്ഥാനത്ത് വന്നാൽ, ആ സംവിധാനത്തിന്റെ ഒരു കീ പോസ്റ്റിൽ വന്നാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥലത്ത് അത് ന്യായമായിട്ട് കിട്ടേണ്ടവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ അവൻ സംതൃപ്തി അടയണം. അത് വലിയ പുണ്യമാണ്. അവർക്ക് അർഹതപ്പെട്ടത് അവരുടെ കൈകളിൽ എത്തിക്കാൻ ശ്രമിക്കുക. ആ ധാർമ്മികതയാണ് ഇസ്ലാം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അനാഥരുടെ മുതൽ തട്ടിയെടുക്കുന്ന ഇത്തരം ആദിവാസികളുടെ, ദലിതരുടെ, പട്ടികജാതി പട്ടികവർഗക്കാരന്റെ, OBC-കളുടെ, മുസ്ലിം സമുദായത്തിന്റെ പോലും ന്യായമായി തട്ടിയെടുത്തിട്ട് അതിന്റെ പേരിൽ നിഗളിക്കുന്ന, അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന, അതിന് കള്ളക്കണക്കെഴുതുന്ന, അതിന്റെ മാഫിയകളായ ആളുകൾക്ക് അനുസരിച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന, അതിനനുസരിച്ച് പ്രമേയം പാസ്സാക്കി കൊടുക്കുന്ന വൃത്തികേട് ചെയ്യുന്നവരൊക്കെ അറിയണം, പടച്ചതമ്പുരാൻ വലിയ പാപമാണ് ഈ വിഷയങ്ങളെ കണ്ടിരിക്കുന്നത്, വലിയ കുറ്റമാണ് അതിന് കിട്ടുക. നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കലാണ്. അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരാണ് വേണ്ടത്. അത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അങ്ങനെ നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തത് ന്യായമായും അവർക്ക് കൊടുത്തു എന്ന് ഉറപ്പുവരുത്താനും, അത് അവർക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്താനും, അത് അവർ തന്നെയാണ് അനുഭവിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കുന്ന വിധം സുതാര്യത ഉണ്ടാവണം. ആ സുതാര്യതയെ കുറിക്കുന്ന പദമാണ് ഫൈദാ ദഫഅ്തും ഇലൈഹിം അംവാലഹും. അവരുടെ ധനം അവർക്ക് നിങ്ങൾ നൽകിയാൽ ഫഅശ്ഹിദു അലൈഹിം, അതിന് നിങ്ങൾ സാക്ഷികളെ നിർത്തണം എന്ന് പറഞ്ഞത്. അത്രയും സുതാര്യമായിട്ടായിരിക്കണം ഈ ഫണ്ട് വിനിയോഗം, ഈ ഏൽപ്പിക്കൽ, ഈ കൊടുക്കൽ. വഖഫാ ബില്ലാഹി ഹസീബ, ശേഷം ഒരു താക്കീത. നേരത്തെ റഖീബ എന്നാ പറഞ്ഞത്, അല്ല നിരീക്ഷിക്കുന്നവനാണ് എന്നാണ്. ഇവിടെ ഹസീബ എന്നാ പറഞ്ഞത്. അല്ല മതി കണക്ക് നോക്കാൻ. ഹാസിബ് എന്നാൽ അക്കൗണ്ടന്റ് എന്നൊക്കെയാണ് പറയാ. കണക്ക് നോക്കുന്നവൻ, പരിശോധിക്കുന്നവൻ. വഖഫാ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കാൻ അല്ല മതി എന്ന് പറഞ്ഞാല് ഇവിടത്തെ AG's ഓഫീസിലെയോ മറ്റു കണക്കന്മാരോ നോക്കുന്ന കണക്കാണ് അതൊന്നാണെന്ന് വിചാരിക്കണ്ട. അല്ല ഒരു കണക്ക് നോക്കിയ വിഷയത്തിലൊക്കെ നമ്മൾ വെച്ച ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് നോക്കിയ കണക്കാണ് എന്ന് നമ്മൾ ആരുടെ മുമ്പിൽ സമർത്ഥിച്ചാലും അറിയണം. അതൊക്കെ വൗച്ചറും ബില്ലും ക്ലിയറാക്കി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ നിങ്ങൾ അറിയണം വേറെ ഒരു കണക്ക് നോട്ടം വരാനുണ്ട് ഈ വിഷയത്തിൽ. വഖഫാ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കാൻ അല്ല മദീന എന്നുമല്ലാത്തൊരു വർത്തമാനമാണ്. പടച്ചവനെ ഭയമുള്ളവൻ പേടിച്ചോടും ഇത് കേട്ടാൽ. കാരണം എന്താ? ഇവിടെ കണക്ക് ക്ലിയർ ആയാൽ പോരല്ലോ. ഇവിടെ ക്ലിയർ ആകുന്ന കാര്യമാണ് നമ്മുടെ ആളുകളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതായത് പരിശോധന വരുമ്പോൾ ക്ലിയർ ആയിരിക്കണം, വരവും ചെലവും, ഡേ ബുക്കും വൗച്ചറും റെസീറ്റും ഒക്കെ റെഡി ആയിരിക്കണം. അത് പരസ്പരം ടാലി ആവണം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് സൈൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയറാണ്. ആരുടെ മുമ്പിലാണ് അത് ക്ലിയർ ആവുന്നത്? ഇതിനൊരു മറുവശമുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ആ മറ്റേ കണക്ക് നോക്കുന്ന ഒരു നാഥനുണ്ട്. വഖഫാ ബില്ലാഹി ഹസീബ,
കണക്ക് നോക്കാൻ അല്ല മതി എന്ന് പറയുമ്പോൾ സ്വത്ത് എന്നത് അർഹതപ്പെട്ടവർക്ക് എത്തേണ്ടത് അവിടെ വിട്ട് കളിച്ചാൽ അല്ല വിടില്ല എന്ന ശക്തമായ താക്കീതാണ്. റഖീബ, ഹസീബ എന്നീ പ്രയോഗങ്ങൾ ഇത് വല്ലാത്തൊരു വർത്തമാനമാണ്. സഹോദരന്മാരെ, തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇന്നൊരു തുടക്കമായതുകൊണ്ടാണ്. അനാഥരുടെ കാര്യവും സ്വത്തും പറഞ്ഞിടത്ത് അല്ല നടത്തിയ ഇടപെടലിനെ ഒന്ന് സൂക്ഷ്മമായിട്ട് പഠിക്കുക, നമ്മുടെ തഫ്സീറുകൾ വെച്ച് വായിക്കുക. നമുക്കിടയിലും നമ്മുടെ സമൂഹത്തിനോട് സംവിധാനത്തിൽ നടക്കുന്നത് എത്രമേൽ അന്യായമാണെന്ന് അറിയുക. അതിൽ ധർമ്മരോഷം കൊള്ളാൻ നമുക്ക് സാധിക്കുക, ഇടപെട്ട് നന്നാക്കാൻ നമുക്ക് കഴിയുക, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാന്യമായി ചെയ്ത് കാണിച്ചു കൊടുക്കുക. പടച്ചവനെ ഭയമുള്ളവർ അത്തരം സ്ഥാനങ്ങളിലേക്ക് കടന്നു വരിക. ഇതൊക്കെ ഇസ്ലാം ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എവിടെയും തൊടാതെ ആരെയും നോവിക്കാതെ എന്തായിരുന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കരുത്. ഇതൊക്കെ സമൂഹത്തിന്റെ ബാധ്യതയാണ്. അശരണരും അഗതികളും വിധവകളും അനാഥരുമായിട്ടുള്ള ആളുകളുടെ സംരക്ഷണം കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ബാധ്യതയാണ് എങ്കിൽ, അത് മനസ്സിലാക്കി കൈ അയഞ്ഞ് കൊടുക്കാൻ ആളുകൾ തയ്യാറാകുന്നുണ്ട് എങ്കിൽ, അത് മനസ്സിലാക്കി രാഷ്ട്രത്തിന്റെ വരുമാനത്തിന്റെ വിഹിതം അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ, അതൊക്കെ അർഹരുടെ കയ്യിലെത്തുകയും അവർ അത് മുഖേന വളരുകയും ഉയരുകയും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യതയും ഉണ്ടെന്ന കാര്യം ഇസ്ലാം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന വസ്തു നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ നമ്മെ ഏവരെയും തുണക്കുമാറാവട്ടെ. ഇസ്ലാമിനെ യഥാവിധി അറിഞ്ഞും കാലഘട്ടത്തിന്റെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കിയും ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ തഖ്വാബോധത്തോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാലിക്കേണ്ടുന്ന സൂക്ഷ്മത പറയുന്നിടത്ത് ഇത്തരം വിഷയങ്ങളെ ചേർത്ത് പറയുന്നത്, കുടുംബ ബന്ധത്തെ, അനാഥരുമായുള്ള വിഷയത്തെ ഒക്കെ ചേർത്ത് പറയുന്നിടത്ത് ഇസ്ലാം നൽകിയ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ മേഖലയിൽ ജാഗ്രതായി നിൽക്കാൻ അള്ളാഹു നമുക്ക് സൂക്ഷ്മതാബോധം, തഖ്വാബോധം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി് ലനാ മിൻ അംരിനാ റഷദ. റബ്ബനാ اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.